ഗൈസ്, ഞങ്ങൾ ഇന്നലെയാണ് ഷോപ്പിങ്ങിന് പോയത് ആൻഡ് ഇന്ന് സൺഡേ ആണ്. നമ്മുടെ ഗിവ് അവേയുടെ റിസൾട്ടിൻ്റെ അന്നാട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് വന്ന് ടയേർഡായി, പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബാഗാണ് നോക്കാൻ വേണ്ടി പോയത്. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം സെലക്ട് ചെയ്തു കേട്ടോ. അതും ബാഗ് സെലക്ട് ചെയ്യുന്ന ടൈം കൊണ്ട് ഞാൻ ബാഗും ഷൂസും സെലക്ട് ചെയ്തു. ഈ ഒരു ബാഗ് ഞാനല്ല, ഇത് അതുവിൻ്റെയാണ്. അതും ഇതിൻ്റെ ബ്ലാക്കും ഞാൻ ഇതിൻ്റെ തന്നെ ബ്ലൂ ആട്ടോ എടുത്തത്. കഴിഞ്ഞ കുറേ ഇയേഴ്സിൽ ഞങ്ങൾ എപ്പോഴും ലുലുവിൽ പോകും, എന്നിട്ട് 1500 മേലെയുള്ള ബാഗ് നമുക്ക് ഡിസ്കൗണ്ടിന് 1500 1800 വാങ്ങും. എന്നാലും നമ്മൾ ഒരു വർഷം യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഷൂസൊക്കെ വാങ്ങാറ്. ഇത് നമ്മുടെ തുറവൂർ ജംഗ്ഷനുള്ള ശ്രീമുരുകയിലാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു ഷോപ്പ്. തുറവൂരുള്ളവരാണെങ്കിൽ ജംഗ്ഷൻ്റെ ആ സൈഡിലാണ്. പിന്നെ ഗൈസ്, ഓരോ ബാഗിനും 1000 അടിയിലേ ഉള്ളൂ, ബിലോ 1000 ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും എത്രത്തോളം എന്താണ് എടുക്കേണ്ടത്. നമുക്ക് പേൻ എടുക്കണം, പിന്നെ പെൻസില്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ഗൈസ്, നാളെയാണ് നമ്മുടെ ഗിവ് അവേ. എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും നാളെ റിസൾട്ട് വരും. ഗൈസ്, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്, മോം ആൻഡ് ഡാഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇത് മുകളിലത്തെ ഒരു സ്റ്റെയർ കയറി പോകുന്നൊരു സ്ഥലമാണ്. അവിടെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഷൂസ്, ബാഗ്, അങ്ങനത്തെ. പിന്നെ ഗൈസ്, അതിൽ ഞാൻ ഗിവ് അവേയുടെ കാര്യം പറയുന്നുണ്ട്. ബിക്കോസ് നാളെയെന്നാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് വിന്നറെ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ താഴെ വന്നിട്ട് കുട എടുത്തു. കുട ഞങ്ങൾ 3 എടുത്തു കേട്ടോ. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം അനിയന്, ഒരെണ്ണം അമ്മയ്ക്ക്. ഞങ്ങളുടെ പണ്ടത്തെ എന്ന് വെച്ചാൽ പണ്ടല്ല, കഴിഞ്ഞ വർഷത്തെ എല്ലാ വർഷവും ഞങ്ങൾ കുട വാങ്ങും. ബിക്കോസ് എല്ലാവർക്കും വേണ്ട സംഭവങ്ങളുമാണല്ലോ. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലൂ എടുക്കാൻ വേണ്ടി ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഫെവിക്കോൾ ഇല്ല അവിടെ വലുത്, അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. എനിക്ക് ഫെവിക്കോളിനെ വിശ്വാസമുള്ളൂ ഗൈസ്. ഇതിലെനിക്കെന്തോ കൈവശം തന്ന പോലെ ഞാൻ കുറേ നേരം എടുത്തു നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷ് പെൻസ് ഉണ്ട്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പം വെറുതെ വാങ്ങി കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കളേഴ്സ് വാങ്ങിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പെന്നിൻ്റെ സെക്ഷനിൽ പോയിട്ട് പല പെന്നും നമുക്കിങ്ങനെ നോക്കി വാങ്ങാം. അപ്പം ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ കുറേ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ത്രൂ ഔട്ട് കൊടുക്കാൻ. പിന്നെ ഗൈസ്, നമ്മൾ അവിടുന്ന് പെന്നും കാര്യങ്ങളും പിന്നെ ബക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഷ്റൂമിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ കാറിൽ കയറിയിട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളൊരു ഓൺ വേർഡ്സ് കേട്ടിട്ട് വാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ ഇവിടെയാണ് ഇടുന്നത്, ബിക്കോസ് നമ്മുടെ അങ്ങോട്ട് റോഡില്ല. അപ്പം ഞാൻ ഗൈസ് ക്ലാരിറ്റി ഇല്ല. ഓക്കെ ഗൈസ്, ഞാനപ്പം എൻ്റെ സൈക്കിളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ സൈക്കിളിൽ വീട്ടിൽ പോവാണ്. അപ്പം ഗൈസ്, എൻ്റെ ഫസ്റ്റ് ഫേസ് റിവീലല്ല, ഫേസ് കാണിച്ചിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണ്. അപ്പം അതാണ് കുറച്ച് ടെൻഷനൊന്നുമില്ല എന്നാലും. ഹലോ ഗൈസ്, അപ്പം ഞാൻ വന്നു ഗൈസ്. അപ്പം ഞാനിന്ന് കാണിച്ചു തരാം ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ മേടിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, കാണിച്ചു തരാം. മൈക്കില്ല ഗൈസ്, മൈക്ക് വാങ്ങണം, ചെറിയൊരു യൂട്യൂബർ അല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഞാൻ ഇതെടുക്കാനുള്ള കാര്യം, ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എന്ന് വെച്ചാൽ കുറച്ച് എസ്തറ്റിക് ഇതെൻ്റെ സംഭവമാണ് ഗൈസ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കൊളാക്കി എൻ്റെ കസിൻസും എൻ്റെ ബ്രദറും എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇരിക്കേണ്ട ഗൈസ്, പേടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ഇത് വന്നിട്ട് അഡിഡാസിൻ്റെ ആണ്. ശരിക്കുള്ള അഡിഡാസ് ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് മേടിക്കാനുള്ള കാര്യം. ഫസ്റ്റ് തന്നെ ഞാൻ കുറേ എസ്തറ്റിക് കൈൻഡ് ഓഫ് ബാഗ്സിലേക്കാണ് പോയത്. ഒരു പേർപ്പിളും പിന്നെ ഒരു ക്രീം കളർ ബാഗൊക്കെ. പക്ഷെ അത് പെട്ടെന്ന് അഴുക്കാവും ഫസ്റ്റ് തിങ്. പക്ഷെ അതല്ല, ഭയങ്കര ചെറുതാണ്, ഒട്ടും തന്നെ സ്പേഷ്യസ് അല്ല. ഇതാവുമ്പോൾ കുറേ സ്പേഷ്യസാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം, ലൈക്ക് എന്ത് വേണേലും ജസ്റ്റ് സിമ്പിൾ ഐറ്റംസ് ഒക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ ഗൈസ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് കുറേ ഇട്ട് ഇപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ട്. അപ്പം അല്ല ഗൈസ്, ഇവിടെ ഉണ്ടോ? മൈ ഗോഡ്, ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് 1 2 3 4 5 സിപ്സാണ് വരുന്നത്. അതേപോലെ തന്നെ അകത്ത് വേറൊരു സിബും കൂടിയുണ്ട്, ഇതേപോലെ ഒരു സീക്രട്ട് സ്പേസ് പോലെ, അല്ലെങ്കിൽ ഫയലൊക്കെ വെക്കാൻ. ഇതിപ്പോൾ നല്ല ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇതിൽ ഫുഡായിരിക്കും വെക്കുന്നത്, പിന്നെ സെക്കൻഡ് ഇതിൽ നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ടെക്സ്റ്റ് വെക്കാം, ഫയൽ ബാക്കിൽ വെക്കും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. ആൻഡ് പിന്നെ ഞാൻ മേടിച്ചേക്കുന്നത് ഗൈസ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പെന്നാണ്. ഇത് നമ്മുടെ ഇത് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സോ പെന്നാണ് കേട്ടോ. ഇത് എക്സോ ആണിത്, എക്സോ ഇതാണ്. ഭയങ്കര അടിപൊളിയാണ്. നല്ല ഇങ്ങനെയാണ് കണ്ടത്. ഇതിൻ്റെ നിബ്ബ് ഇത്രയുണ്ട്. ഇത്രയുള്ളപ്പോൾ നമുക്ക് എഴുതാൻ
കണ്ടു ഇത്ര നീണ്ട. അപ്പോൾ നമുക്ക് എഴുതാൻ നമ്മുടെ ഇതിൽ വരും ഡാർക്ക്. എനിക്ക് ഡാർക്ക് പെൻസിനോടാണ് കൂടുതൽ താല്പര്യം. ലൈറ്റ് പെൻസ് ഉപയോഗിക്കും, പക്ഷെ പഠിക്കുമ്പോൾ ലൈറ്റ് പെൻസ് ആയാലും ഏതായാലും കുഴപ്പമില്ല. നോട്ട് എഴുതുമ്പോൾ ഗൈസ് ഐ ഓൺലി പ്രിഫേർഡ് ടു യൂസ് ദിസ് കൈൻഡ് ഓഫ് പെൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര അടിപൊളി പെൻസാണെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെൻസ് ഫോർ ആൻ എക്സ്ട്രാ ഓർഡിനറി യു. ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആണെന്നാണ് പറയണത് ഗൈസ്. എനിവേ ഇതാണ് ഇതിൻ്റെ പ്രൈസൊക്കെ 100 റുപ്പീസാണ് ഗൈസ് 10 പെൻസിന്. അപ്പോൾ അതാണ് എൻ്റെ സംഭവം. ഇങ്ങോട്ട് തന്നെ വെക്കുവാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഇപ്പോൾ നമുക്ക് പെന്നാണ്, അതുകൊണ്ട് പെൻസിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ലൈനൊക്കെ വരയ്ക്കാനും എല്ലാത്തിനും പെൻസിൽ വേണം. അപ്പോൾ ഈ ഒരു സെറ്റ് എടുത്തു. ഡൊമസിൻ്റെ ഈ ഒരു സെറ്റാണ്. ഇതിന് ഭയങ്കര വിലക്കുറവാണ്, അതാണ് ഞങ്ങൾ ഇതെടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് ഭയങ്കര പാട് തുറക്കാം. അയ്യോ ഓക്കെ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതിൽ ഒരു ഷാർപ്നർ വരുന്നുണ്ട്, പിന്നെ ഒരു ഇറേസർ വരുന്നുണ്ട്. നമുക്ക് ഓവറോൾ പൗച്ചിൽ ഇങ്ങനെ വെക്കണമല്ലോ, അപ്പം അതിനുവേണ്ടി നമ്മൾ ലൂസായിട്ട് വാങ്ങുവാണെങ്കിൽ ഇതിലും അത്യാവശ്യം റേറ്റ് ആവും. അപ്പോൾ അമ്മ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഡൊമസിൻ്റെ ഒരു പെൻസിലും ഉണ്ട്, ഒരു റൂളറും ഉണ്ട്, സ്കെയിലും ഉണ്ട്. സ്കെയിൽ ഞാൻ എടുക്കുന്നില്ല, ഇത് ഭയങ്കര ഗ്ലൂ ഗൈസ്, ഇവിടെ അതുകൊണ്ട് വെക്കാനേ പറ്റില്ല. ഓക്കെ, പിന്നെ ഞാൻ പൗച്ച് മേടിച്ചില്ല, ബിക്കോസ് എനിക്ക് അവിടുത്തെ പൗച്ച് ഒന്നും ഇതിന് 15 റുപ്പീസേ ഉള്ളൂ ഗൈസ്. ഇത് ഭയങ്കര ലാഭമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെൻസിലിന് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 6 ആണ് വരണത്. 6 രൂപയോ 5 രൂപയോ എനിക്കറിയില്ല. എനിവേ നല്ല അത്യാവശ്യം നല്ല 15 റുപ്പീസിന് ഇത് ആക്ച്വലി നല്ല ലാഭമാണ്. അപ്പോൾ ഇത് വാങ്ങി. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്, വേറെ വാങ്ങുന്നതിനേക്കാളും നല്ലത്. ഓക്കെ, അത് മേടിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ, എൻ്റെ അനിയൻ്റെയും ബോട്ടിൽ ഇത് തന്നെയാണ്, എൻ്റെ അതിൻ്റെയും ബോട്ടിൽ സെയിം. ഇത് ബൈ 1 get 1 ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരെണ്ണം വാങ്ങിയ ഇതേ സെയിം കളർ സെയിം ബോട്ടിൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ എടുക്കാൻ. പക്ഷേ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ്. എനിക്ക് ഇങ്ങനത്തെ ബോട്ടിലാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ട്രാൻസ്പെറൻ്റാണ് ഇഷ്ടം, അറിയില്ല എന്താണെന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത് അതവിടെയാണ്. മറ്റേ ഇതായിരുന്നു ലിറ്ററിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിരുന്നു, അതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ അത് 1 ഇയർ നിന്നു, അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞാണ് അമ്മയോട് വാട്ടർ ബോട്ടിൽ വേണ്ട, പക്ഷേ ഇത് കണ്ടപ്പോൾ ഗൈസ് എനിക്കറിയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്തായാലും എടുക്കുമെന്ന്. ഓക്കെ, പിന്നെ നമ്മുടെ അംബ്രല്ല ഗൈസ്, ഞങ്ങൾ ടോട്ടലി 3 അംബ്രല്ലാസാണ് എടുത്തേക്കണത്. 3 കുടകൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് ഈ ഒരു കുട, ഇറ്റ്സ് വെരി പ്രിറ്റി റൈറ്റ്, ഏകദേശം എൻ്റെ ഒരു ഇതല്ല, എന്നാലും ഒരു വൈൻ കളർ, വൈനല്ല വൈൻ എൻ്റെ ഒരു കളർ കുട. പോപ്പിയുടെ ഞങ്ങൾ എടുക്കുള്ളൂ. അയ്യോ ഇത് എങ്ങനെ ഇതിനകത്ത് കയറ്റും കഴിച്ച്, ഞാൻ കയറ്റില്ല, പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇതിനകത്ത് കയറ്റണമെന്ന്. അയ്യോ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ കയറ്റി. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ കയറ്റി. പോപ്പിയുടെ കുട ഗൈസ്, ഇത് 500ൻ്റെ ഉള്ളിലേ ഉള്ളൂ. 499 എന്തോ അറിയില്ല. അത്രയും സംഭവങ്ങളാണ് ഗൈസ് നമുക്കുള്ളത്. കുട ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സാധനം. പിന്നെ അതുകൊണ്ട് അതേ സെയിം ബാഗ് തന്നെ ബ്ലാക്ക്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഗൈസ് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭംഗിയില്ലേ കാണാൻ, കുറച്ചും കൂടി എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതും ഇങ്ങനത്തെ പെന്നാട്ടോ എടുത്തത്. ഇതിന് 25 റുപ്പീസാണ് ഈ ഒരു 5 പെന്നിൻ്റെ പാക്കിന്. അങ്ങനത്തെ 2 എണ്ണം എടുത്തു. അപ്പം 10 ആയല്ലോ. ഞാനും 10 പെൻസ് 100 റുപ്പീസ്, അതും 10 പെൻസ് 50 റുപ്പീസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് കണ്ടത്, ഇല്ലെങ്കിൽ ഞാനിത് എടുത്തേനെ, എന്തായാലും എടുത്തേനെ. ഇത് എനിക്കിഷ്ടമാണ്. ഞാൻ ഇത് വെച്ചാണ് ഇപ്പോൾ എഴുതുന്നത്. എന്നിട്ട് ഞാൻ മറ്റേത് പോയി എടുത്തു, അതെടുത്തു. റേറ്റ് ഞാൻ പറഞ്ഞു പോകട്ടോ. പിന്നെ ഇത് നമ്മുടെ നേരത്തെ എടുത്ത അതേ സംഭവം. ഇപ്പം തന്നെ 6 മിനിറ്റ് ആയിട്ടുണ്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഇതും മറ്റേ ഞാൻ പറഞ്ഞില്ലേ ബൈ 1 get 1 അത്. പിന്നെ അതും എടുത്തത് ഈ ഒരു ബ്രൗൺ കളർ, ബ്രൗൺ അല്ല ഒരു മെറ്റാലിക് ബ്രൗൺ കളർ പോലത്തെ ഒരു കളറിൽ ഒരു കോപ്പിയുടെ തന്നെ. അതും ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇത് ഭയങ്കര പാടായി കവർ ഇടാൻ, അതുകൊണ്ട് ഊരാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ അതിന് വേണ്ടി മേടിച്ച സാധനങ്ങൾ. അതിന് വലുതായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞേക്കുന്നത്, അപ്പോൾ പിന്നെ ബോറടിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ബാഗ്. ഇത് 800 or 900 അറിയില്ല ഗൈസ്. ഓക്കെ, പിന്നെ അമ്മ വാങ്ങിയ കുടയാണ് ഗൈസ്. അമ്മയ്ക്ക് വേണ്ടി ഒരു ബ്ലൂ കളർ, ഇതാണ് കളർ. ഇത് കാണാൻ ഇതാട്ടോ കളർ, ഇതാണ്. അപ്പോൾ അതുണ്ട്. ദെൻ ഗൈസ് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റം, കോസ്മെറ്റിക്സ് എന്ന് പറയാൻ പറ്റുമോ, കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബുഷ് മേടിച്ചു, വൈറ്റ് കളർ ബുഷ്. ആൻഡ് ഇതിൻ്റെ ഗൈസിൻ്റെ കാലാണ്, സോറി, വൈറ്റ് കളർ ബുഷ് മേടിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ സ്കൂളിൽ ഇടണ്ടേ ഗൈസ് ബുഷ്, അപ്പം അതിന് വേണ്ടിയിട്ട് ബുഷ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഒരു ബുഷ് കാണുന്നില്ല,
അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഹൗസ്, ഞങ്ങളുടെ സ്കൂളിൽ ഓരോ ഹൗസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഹൗസ് ടോപ്പേഴ്സ് യെല്ലോ ആണ്, അനിയൻ്റെ എമറാൾഡ് ആണ് ഗ്രീൻ, പിന്നെ സഫയറുണ്ട് റൂബിയുണ്ട്. അപ്പം എൻ്റെ ടോപ്പേഴ്സ് ആയതുകൊണ്ട് വെനസ്ഡേ നമുക്ക് വെനസ്ഡേ യൂണിഫോം മാറ്റി ഗൈസ്. നിങ്ങൾ ബിഷപ്പൂറിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. വെനസ്ഡേ ഞങ്ങൾക്ക് വൈറ്റ് കുർത്തിയല്ല, ചുരിദാർ പോലത്തെ സംഭവം, അതിൻ്റെ മുകളിലൊരു കോട്ട് ഉണ്ടാവും. ആ ഒരു കോട്ടാണ് നമ്മുടെ ഹൗസ് കളർ കോട്ട്. പിന്നെ നമ്മുടെ ഒരു പൈജാമ പോലത്തെ പാൻറ്റും. അത് ഭയങ്കര പാടായിരുന്നു. ലൈക്ക് എവിടെയും പോയി ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ പാർക്കിലായാലും എവിടെയും പോയി ഇരിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും മാറ്റിയിട്ട് ഇപ്പം ജസ്റ്റ് ഒരു ട്രാക്ക് സ്യൂട്ടും ഹൗസ് കളർ ടീഷർട്ടും, ഇതേപോലത്തെ ഒരു ടീഷർട്ട്, നമ്മുടെ ഒരു ടീഷർട്ട് ഉണ്ടാവുമല്ലോ, ഒരു കൈൻഡ് ഓഫ് ടീഷർട്ട്. അപ്പം അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഹെയർ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ. വേറെ സ്കൂളൊക്കെ പോണിട്ടയിലാണ് ഗൈസ്. ഞങ്ങളുടെ സ്കൂളിൽ മാത്രം 2 സൈഡിലും അല്ല, ബാക്കി എല്ലാ സ്കൂളിലും ഞാൻ 2-3 സ്കൂൾ കണ്ടിട്ടുണ്ട്. അമൃത ആ ഒരു സ്കൂളിലൊക്കെ ജസ്റ്റ് പോണിട്ടയിലാണ് അവർക്ക് ഒരു ദിവസം, ഏത് ദിവസമെന്നറിയില്ല. ബാക്കി എല്ലാ ദിവസവും 2 സൈഡ്, അങ്ങനെ എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അതും ഒരു സിറം മേടിച്ചിട്ടുണ്ട് സ്ട്രീറ്റ്സിൻ്റെ, അവന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എനിക്ക് സ്ട്രീറ്റ്സ് വലിയ ഇഷ്ടമല്ല, സ്മെല്ല് ഇഷ്ടമാണ്, പക്ഷെ സിറം യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഓയിലി ആകും. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യും ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് ഒരു ക്ലോ ക്ലിപ്പ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ആ ഒരു വേറൊരു ഇതേ സെയിം കളറാണ്, പക്ഷേ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതിൻ്റെ സെറാമിക് അല്ലല്ലോ, ഒരു പൊട്ടുന്ന ടൈപ്പ് ഓഫ് സാധനം ഉണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് ഗൈസ് ഇപ്പോൾ 3 എണ്ണം പൊട്ടി. ഞങ്ങൾ ഒരെണ്ണം മേടിക്കും പൊട്ടും, ഒരെണ്ണം മേടിക്കും പൊട്ടും, അങ്ങനെ 3 എണ്ണം പൊട്ടി. അപ്പം ലാസ്റ്റ് അമ്മ പറഞ്ഞു ഇങ്ങനത്തെ വാങ്ങിയാൽ മതി, ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷെ നല്ല രസമില്ലേ കാണാൻ, നല്ല രസമില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണാൻ നല്ല, റിയലായിട്ട് കാണാൻ നല്ല കേട്ടോ കണ്ടോ ഇവിടെ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ. അപ്പോൾ ഇത് എപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എനിക്ക് സമയം കിട്ടും. ഇനി എഡിറ്റ് ചെയ്യണം, കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. പിന്നെ എനിക്ക് ഈ വീഡിയോസ് എടുക്കാനുണ്ട്. ഇപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് അങ്ങനെ ആയിരിക്കും. പിന്നെ എന്താ പറയുക, ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ആൻഡ് ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഗൈസ് നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു ഹോളല്ലല്ലോ, എന്തായിരുന്നു ഗൈസ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഓൾമോസ്റ്റ് കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് നമ്മുടെ ടോപ്പ് കമൻറ്റിലേക്കുള്ള ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിവ് അവേ പെട്ടെന്ന് തന്നെ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു ഇന്ന് കമൻറ്റ് പിക്കർ വഴി നമുക്ക് ഇന്നെടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ട് നാളെ അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ അത് എന്ന് വെച്ചാൽ ഞാൻ നാളെയാണ് പറഞ്ഞ ഡേറ്റ്, അപ്പോൾ പിന്നെ ഇന്ന് എടുക്കണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ നാളെ എടുക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും ബൈ.